സാറേ, കേരളത്തിൽ ഹമാസ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പാലസ്തീനെല്ലാം അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കുവാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനനുകൂലമായി നാം പലയിടങ്ങളിലും ഈ ഹമാസ് നേതാക്കളുടെ എല്ലാം ഫ്ലെക്സുകൾ കണ്ടിട്ടുണ്ടല്ലോ, നിരത്തുകളിലെല്ലാം. പക്ഷെ അതിനെല്ലാം കടത്തിവെട്ടുന്ന രീതിയിലാണ് ഇന്നലെ ഇടുക്കിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കുമളിയിൽ ഇസ്രയേൽ നിന്നും വന്ന ടൂറിസ്റ്റുകൾ ഇസ്രയേലി സ്വദേശികളെ അപമാനിച്ചിരിക്കുകയാണ് അവിടുത്തെ ചില വ്യാപാരികൾ. സാറിന് എന്ത് തോന്നുന്നു? ഇത് കടന്ന കൈയായി പോയില്ലേ? അത് ആ വ്യാപാരി കാശ്മീരുകാരനാണ് അല്ലേ? അതെ. അപ്പം നമുക്ക് കാര്യം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാശ്മീരിയാണ്, വന്ന ടൂറിസ്റ്റ് ഇസ്രയേലുകാരനാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കാശ്മീരിക്കാരൻ ഇദ്ദേഹത്തോട് പെരുമാറി എന്നുള്ളതാണ്. ഈ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ 2023 ഒക്ടോബറിലാണ് തുടങ്ങിയത്. അത് തുടങ്ങിയ സമയം മുതൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടാൻ തുടങ്ങിയത്. പലസ്തീൻ അനുഭാവികളുടെ ഐക്യദാർഢ്യം, ഹമാസ് ആരാധകർ നമ്മുടെ ഇവിടെ വൈകുന്നേരം മെഴുകുതിരി കൊളുത്തുക, കുറേ സാംസ്കാരിക ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ, അവർ തെരുവിലിറങ്ങുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, പിന്നെ ഇങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റൊരു ഭാഗത്തും ഇത്രത്തോളം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റാരും തന്നെ രംഗത്ത് വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഒരു തെളിവാണ് ഈ ഇസ്രായേൽ സ്വദേശിയെ പിന്നെ അവിടെ കാശ്മീരിയുടെ കടയിൽ നിന്ന് അയാളെ ഇറക്കി വിട്ടത്. ഒടുവിൽ നാട്ടുകാരിടപെട്ടേ. ഇവിടെ ഈ മതേതര സ്വഭാവമുള്ളവരുണ്ടല്ലോ, അത് നമ്മൾ ഇത്രയും സംഭവം ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഏറ്റവും ഞെട്ടിക്കുന്നത് ഈ ഇസ്രായേൽ സ്വദേശി ആ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കടയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് സാധനം വാങ്ങാൻ. അതിനുശേഷം അയാൾ ഇസ്രായേലി സ്വദേശിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇറക്കി വിട്ടത്. വിളിച്ചു വരുത്തിയാണ് അപമാനിച്ചതെന്നുള്ളതാണ്. ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്കും ഇറാൻ്റെ കാര്യങ്ങളിലേക്കും ഒന്ന് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇറാൻ ജനതയെ ഒന്ന് അഡ്രസ്സ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രിയപ്പെട്ട ഇറാനിയൻ ജനതയോടായിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നിങ്ങളുടെ സർക്കാർ തല്ലിക്കെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനായിട്ട് പണം മുഴുവൻ ഉപയോഗിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദ സംഘങ്ങൾക്ക്, ഹമാസിനെയും ഹിസ്ബുള്ളയെയും വളർത്തിയെടുക്കുന്നതിൽ അവരെ തീറ്റിപ്പോറ്റുന്നു, അവർക്ക് ആയുധ സഹായം ഒക്കെ കൊടുക്കുകയാണ്. നിങ്ങളുടെ ധനസ്രോതസ് മുഴുവൻ യുദ്ധത്തിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇറാൻ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കണ്ടതാണ്. അവിടെ ഒരു സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ക്യാമ്പസിൽ പ്രവേശിച്ചു. അതിന് ആ പെൺകുട്ടിയെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി, സുരക്ഷാ ഭടന്മാർ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും പിന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയത്തില്ല. ഒടുവിൽ വാർത്താക്കുറിപ്പിൽ പറയുന്നത് വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുൻപ് വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. എത്ര വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ ഒരു മത പോലീസുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. രീതിയിൽ തന്നെ ഇപ്പോഴും ആരംഭിക്കും. 2022 ആ സംഭവം നടന്നത്. അന്ന് കൊണ്ടുപോയ പെൺകുട്ടി ഇതുപോലെ പിന്നെ ഹിജാബൊക്കെ വലിച്ച് എറിഞ്ഞു, ആ ശിരോവസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞു, പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങി. ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഇപ്പം ഈ സമീപകാലത്ത് ആ ക്യാമ്പസിൽ നിന്ന് കൊണ്ടുപോയ പെൺകുട്ടിയെയും ഇതുപോലെ അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ കുട്ടി മാനസിക രോഗിയാണെന്ന് ഇവർ മുദ്ര കുത്തുകയും ചെയ്തു. എല്ലാ തവണയും ഇവർ അങ്ങനെയാണ് ചെയ്യുന്നത്. മാനസിക രോഗി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അവിടെ ഇറാനിലെ മത നേതാക്കന്മാർ അവിടുത്തെ ആ രാജ്യത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ പ്രതീക്ഷ, ഇതെല്ലാം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് നെതന്യാഹു പറയുന്നത്. നെതന്യാഹു ഈ പ്രസ്താവന നടത്തിയപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ട് നെതന്യാഹു ഇറാന് കീഴ്പ്പെടുകയാണ് എന്ന്, അപേക്ഷിക്കുകയാണ് വെടിനിർത്തൽ നടത്താൻ. ഇറാൻ 2 തവണയാണ് ഇസ്രയേലിലേക്ക് വ്യോമാക്രമണം നടത്തിയത്. പക്ഷേ ഇനിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നെതന്യാഹു, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടി ശക്തമായിരിക്കും. അവസാനമായി ഇസ്രയേലിനെ തിരിച്ചടി കൊടുത്തിട്ടുള്ളത് ഇസ്രയേൽ 2 തവണ വ്യോമാക്രമണം നടത്തി. പക്ഷേ നഗരത്തിലും അതെ അവർ ഹിസ്ബുള്ളയെ കൊണ്ടാണല്ലോ അറ്റാക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നേരിട്ട് നടത്തിയത് 2 തവണ. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാക്കും. നിങ്ങളുടെ ആണവ കേന്ദ്രം, നിങ്ങളുടെ എണ്ണപ്പാടം ഇത് മുഴുവൻ നശിപ്പിക്കും. കാരണം ട്രംപ് പിന്നിൽ നിൽക്കുകയാണ്. ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ്, ജനുവരിയിലാണ് സത്യപ്രതിജ്ഞ, അതിനു മുമ്പ് ഇത് തീർക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ഇനി ഇറാൻ നേരിട്ട് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും. പിന്നെ ഹിസ്ബുള്ളയെ ഇങ്ങനെ തീർത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഹമാസിൻ്റെ കാര്യം വടക്കൻ ഗാസ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അത് ഇസ്രായേലിനോട് ചേർക്കുകയാണെന്നാണ് അറിയുന്നത്. അവിടുന്ന് ഇനിയും കുറേ പേരെ കുടിയൊഴിക്കപ്പെടുന്നുണ്ട്. കുറേയധികം പലസ്തീൻകാർ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഹിസ്ബുള്ളയുടെ പല തലവന്മാരും ഇനിയും പലയിടങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ കൂടി ഇല്ലായ്മ ചെയ്യാനാണ് ഇസ്രായേൽ മുമ്പോട്ടിറങ്ങിയിരിക്കുന്നത്. തലവൻ വരുന്നത് അവർ ഇസ്രായേലിന് കൊല്ലാനുള്ള ഇരയായി. അതെ. അപ്പോൾ എന്തായാലും ഈ ഇറാൻ ഇനിയിപ്പോൾ ഭയത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അപ്പോൾ അവർ ഈ ഇറാനിലെ ജനതയൊന്നും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഈ മതഭ്രാന്തന്മാരാണ് യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അവിടെ സ്ത്രീകൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ 2022 മുതൽ ഇങ്ങോട്ട് ഈ ശിരോവസ്ത്രമൊക്കെ പല പെൺകുട്ടികളും വലിയൊരു സമരമായിരുന്നു. വലിയ സമരമായിരുന്നു. വിദ്യാർത്ഥികളും എഴുത്തുകാരും അതവർ അടിച്ചമർത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ മറ്റ് പല ഈ സമീപത്തുള്ളതെല്ലാം ഇത്തരത്തിലുള്ള ഇസ്ലാം രാഷ്ട്രങ്ങളല്ലേ, അവരൊക്കെ ഈ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുവന് ഇറാനെതിരെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ടാണ് ഈ നെതന്യാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ സ്ത്രീകളുടെ കലാപം അതിശക്തമായി മാറും. ആ കലാപം അതിശക്തമായി മാറുമ്പോൾ അവിടുത്തെ ഈ മതഭരണാധികാരികളെയൊക്കെ ശ്രമങ്ങൾ മൊസാദും നടത്തുന്നുണ്ടായിരിക്കും രഹസ്യമായി. മതഭരണാധികാരികളെയൊക്കെ തന്നെ പുറത്താക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇറാൻ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ അതൊരു ഇറാനിലൊരു പുതിയ യുഗമായിരിക്കും കുറിക്കുന്നത്. ഇറാൻ സിനിമ പോലെ എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ വരാറുണ്ട്, ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ വരാറുണ്ട്, നല്ല കുടുംബചിത്രമാണ്. പക്ഷേ ഒരു സിനിമ പോലും ഏതാണ്ട് ഒരു 3-4 തവണ സെൻസറിങ് കഴിഞ്ഞാണ് വരുന്നത്. ഏതോ ചില സംവിധായകരൊക്കെ ഇറാൻ്റെ ചില നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് സിനിമ എടുത്തപ്പോൾ അവർക്ക് സിനിമ എടുക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി ആ സംവിധായകനെ വീട്ടുതടങ്കലിൽ എത്രയോ വർഷം പാർപ്പിച്ചു. വീട്ടുതടങ്കലിലൊക്കെ പാർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സിനിമാ ഭാവി തീർന്നു കഴിഞ്ഞില്ലേ. അങ്ങനെ വളരെ കർശനമായ രീതിയിലാണ് ഈ മതഭരണാധികാരികൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകൾ രംഗത്തിറങ്ങിയിരിക്കുന്നതാണ് ഈ നെതന്യാഹു ആ സംഭവം കയറി പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികളെ തീർത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ജീവിതം ഉണ്ട്. ആ ജീവിതം സുരഭിലമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം വേണം. വസ്ത്ര സ്വാതന്ത്ര്യം, ആഹാര സ്വാതന്ത്ര്യം, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. അത് ഇറാനിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെതന്യാഹു അതിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഇറാൻ ജനതയെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. ഒപ്പം ഇറാൻ ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പും കൂടെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇറാൻ ഭരണാധികാരികൾ ഭയക്കുന്നുണ്ട്, കാരണം ട്രംപ് പിന്നിൽ നിൽക്കുന്നതുകൊണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.